ഓക്കെ, ഗുഡ് ഈവനിങ്. ഗുഡ് എല്ലാവർക്കും ഒരു ഈവനിങ്. നല്ല ഗുഡ് ഈവനിങ്. സായാഹ്നം ഞാൻ ആശംസിക്കുന്നു. നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം. ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ജർമ്മനിയിലെ മ്യൂണിച്ചിൽ പോയിരുന്നു. അവിടുത്തെ ഒരു പള്ളിയുടെ ഒരു ഗാർഡനിൽ ചെന്നപ്പോൾ ഒരു താറാവ് കൃഷി ചെയ്യുന്ന ഒരാളുടെ ഫ്രണ്ട് മുഖം എന്ന് പറയുന്നത്, മുൻവശം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ, പക്ഷെ അതൊരു ചെന്നായിയുടെ പുറമാണ് അതിനുള്ളത്. നമ്മൾ ബാക്കിലേക്ക് പോയാൽ ആ ചെന്നായുടെ ആ കയ്യില് ഒരു താറാവിനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. താറാവ് കൂട്ടത്തിൽ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ എന്ന് പറയാം, ഒരു വേഷമിട്ട ഒരു ചെന്നായി അവിടെ നിൽക്കുന്നതായിട്ടും, ഒരു കയ്യില് പുറകില് ആരും കാണാതെ അല്ലെങ്കിൽ മറ്റു താറാവുകൾക്ക് കാണാൻ പാടില്ലാത്ത രീതിയിൽ ഒരെണ്ണത്തിനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ കഴുത്തിന് പിടിച്ചിരിക്കുന്നു. പക്ഷെ മുൻവശത്തു നിന്ന് നോക്കുമ്പോൾ മറ്റു താറാവുകൾക്കൊക്കെ, അതായത് ആ താറാവ് കൃഷിക്കാരനാണ്, പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ നമ്മളുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, സാധാരണ ഒരു ജീവികളും ഒരിക്കലും ഒരു അഭിനയിച്ചല്ല ജീവിക്കുന്നത്. ചില സർക്കസ് കൂടാരങ്ങളിലുള്ള ചില ആളുകള്, ചില മൃഗങ്ങളെ ഒഴിവാക്കിയാൽ ബാക്കി എല്ലാം തന്നെ അവരുടെ ആ ട്രൂ നേച്ചറിൽ അവരോട് തന്നെ 100% ആത്മാർത്ഥത, സത്യസന്ധത പുലർത്തി ജീവിക്കുന്നവരാണ്. പക്ഷെ മനുഷ്യൻ വളരെ ഏറെ അഭിനയങ്ങൾ, പല രീതിയിലുള്ള അഭിനയങ്ങൾ കാഴ്ചവെച്ച് അല്ലെങ്കിൽ ആ രീതിയിലാണ് ജീവിച്ചു പോകുന്നത്. ഒരു ജീവിതകാലം മുഴുവനും വാസ്തവത്തിൽ പറഞ്ഞ അഭിനയത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടവരെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം ജീവിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ ഓരോ തരത്തിലുള്ള തരത്തില് അല്ലെങ്കിൽ ഓരോ കഥാപാത്രങ്ങളെ, നമ്മളല്ലാത്ത ഒന്നിനെ അഭിനയിച്ച് കാണിക്കുകയാണ് നമ്മൾ മറ്റുള്ളവരോട്. ഈ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സെൻ ഗുരു എന്നറിയപ്പെടുന്ന വിയറ്റ്നാംകാരനായ തിക് നത്താന്റെ ഒരു പുസ്തകമുണ്ട്. അതൊരു 100ഓളം കവിതകളുടെ ഒരു സമാഹാരമാണ്. ആ പുസ്തകത്തിന്റെ പേര് കോൾ മീ ബൈ മൈ ട്രൂ നെയിം എന്നുള്ളതാണ് ആ പുസ്തകത്തിന്റെ പേര്. നമ്മളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ യൂണിറ്റി, അതുപോലെ തന്നെ ആ ഷെയറിങ് മെന്റാലിറ്റി എല്ലാം അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. ആ പുസ്തകത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അത് വായിക്കാൻ താല്പര്യമുള്ളവര്, ആ പുസ്തകത്തിന്റെ പേര് ഇതാണ്. തിക് നത്താനാണ് അതിന്റെ ഓതർ. പുസ്തകത്തിന്റെ പേര് കോൾ മീ ബൈ മൈ ട്രൂ നെയിം എന്നാണ്. നമ്മളുടെ ട്രൂ നെയിം എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ ആ ട്രൂ നേച്ചർ എന്താണ് എന്നുള്ളത് ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷനിലാണ് നമ്മളെ തന്നെ കുറിച്ച് കാണുന്നത്. നമ്മളുടെ പേരിനും നമ്മളുടെ ജനന തീയതിക്കും അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളതിനെല്ലാം അപ്പുറത്ത് നമ്മൾക്ക് പോലും അറിയാൻ പാടില്ലാത്ത ഒട്ടനവധി രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് നമ്മളിലുള്ളത്. അല്ലെങ്കിൽ രഹസ്യങ്ങളുടെ സൂക്ഷിപ്പ് അറിഞ്ഞും അറിയാതെയുമാണ്, കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി നമ്മൾ ആ രഹസ്യങ്ങളെ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് ഹൗ ടു ബി ട്രൂ ടു യുവർ സെൽഫ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരാളോട് അല്ലെങ്കിൽ അവനവന് സത്യസന്ധത എങ്ങനെ പുലർത്താൻ കഴിയുകയില്ല അതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച്, അതിന്റെ വെല്ലുവിളികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമുക്കിന്ന് നമ്മുടെ ക്ലാസ്സിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഈ സ്ക്രീൻ കാണാമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ എന്റെ കേൾക്കുകയും ചെയ്യാമല്ലോ. ഓക്കെ. ഒരു സുപ്രസിദ്ധ ജാപ്പനീസ് സെൻ മാസ്റ്റർ ആയിരുന്നു ഷ്നൂറി സുസുക്കി എന്ന് പറയുന്ന. അദ്ദേഹത്തിന്റെ സെൻ മൈൻഡ്, ബിഗിനേഴ്സ് മൈൻഡ് എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഡു നോട്ട് സ്ട്രൈവ് ടു ബിക്കം എ ഗ്രേറ്റ് സെൻ മാസ്റ്റർ, ജസ്റ്റ് സ്ട്രൈവ് ടു യുവർ സെൽഫ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നമ്മളല്ലാത്ത ഒന്ന്, അല്ലെങ്കിൽ നമ്മളുടെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, നമ്മളുടെ ആ ലൈഫ് ജീവിതം എന്ന് തന്നെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ആയി തീരുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ളതല്ല. നേരെ മറിച്ച് നമ്മളുടേതായിട്ടുള്ള യഥാർത്ഥ ട്രൂ നേച്ചറിൽ, അല്ലെങ്കിൽ ട്രൂ ടു യുവർ സെൽഫ്, അതിലാണ് നമ്മളുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ നമ്മളുടെ സമഗ്രത എന്ന് പറയുന്നത്. അതായിത്തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇന്നത്തെ വിഷയം ഹൗ ടു ബി ട്രൂ ടു യുവർ സെൽഫ് ഓർ വൺ സെൽഫ് എന്ന് നമുക്ക് പറയാം. ഇന്നത്തെ ഒബ്ജക്റ്റീവ്സ്, ഞാൻ പറയുന്ന ക്ലാസിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്,
what does it mean true to yourself, aligning in mindfulness, actions in mindfulness, കോർ വാല്യൂസ് ഇൻ മൈൻഡ്ഫുൾനെസ്, അല്ലെങ്കിൽ കോർ വാല്യൂസ് നമ്മളുടെ അലൈനിങ് എന്താണ്, ആക്ഷൻ നമ്മളുടെ പ്രവർത്തനങ്ങൾ എന്താണ് മൈൻഡ്ഫുൾ ആയിട്ട് ചിന്തിച്ചാൽ, കോർ വാല്യൂസ് ആൻഡ് ബിലീഫ്സ്. നമുക്ക് ഓരോ ബിലീഫ് സിസ്റ്റം ഉണ്ട്, അതിലാണ് നമ്മളുടേതായിട്ടുള്ള ഐഡന്റിറ്റിയെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കാണിക്കുന്നത്. അത് പക്ഷേ മൈൻഡ്ഫുൾനെസ് ഈ പറയുന്ന ആക്ഷൻസ്, കോർ വാല്യൂസ്, അതുപോലെ ബിലീഫ്സ്, ചോയ്സസ് ആൻഡ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമുക്കറിയാവുന്ന ആ ഭാഷയുടെ ഒരു ഭാഗമല്ലത്. നമ്മൾക്ക് ഒരു പക്ഷേ അലൈനിങ് എന്താണ് ലൈഫിൽ അലൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ എന്താണ്, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറൊരു ഡയമെൻഷൻ ഉണ്ട്. അതിന് അല്ലെങ്കിൽ ഒന്നല്ല, വേറെ പല ഡയമെൻഷൻസ് ഉണ്ടാകും. പക്ഷേ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിന്റെ ആ ഒരു ഡയമെൻഷനിൽ, അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളോടുള്ള ആത്മാർത്ഥത, 100% നമ്മളോട് തന്നെയുള്ള ആത്മാർത്ഥത നമുക്ക് പുലർത്താനും നമ്മുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷകരമായി ശ്രേയസ്കരമാക്കി മാറ്റാനും സാധിക്കുന്നതിന് വേണ്ടിയിട്ട് അതേക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ, എന്താണ് നമ്മളുടെ ട്രൂ ടു യുവർ സെൽഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം 3-4 വാക്കുകളുടെ 4-5 വാക്കുകളുടെ ഇതിൽ നമുക്കതിനെ വിശദീകരിക്കാം. അലൈനിങ് എന്ന് പറയാം, ദെൻ ആക്ഷൻസ്, ബിലീഫ്സ്, ചോയ്സസ്, വാല്യൂസ്, ബിലീഫ്സ് ആൻഡ് ഐഡന്റിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതുകൊണ്ട് നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ 100% നമ്മളോട് തന്നെ സത്യസന്ധത പുലർത്തി നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. അതായത് നമ്മളുടെ ആ ട്രൂ ടു വൺ സെൽഫ് ഇൻവോൾവ്സ് ഇൻ ലിവിങ് ഇൻ യുവർ പ്രിൻസിപ്പിൾസ്. നമ്മളുടേതായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കുള്ളതായ ആ പ്രിൻസിപ്പിൾസ് അനുസരിച്ച്, ദെൻ കൺവിക്ഷൻസ്. പിന്നെ എന്താണ്, അത് മറ്റുള്ളവരുമായിട്ടുള്ള കൺഫ്രണ്ടേഷന്റെ ആവശ്യമില്ല, ഒരു കോൺഫ്ലിക്റ്റിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അടിയറ വയ്ക്കുന്നില്ല, നമ്മൾ അതിനെ പണയപ്പെടുത്തുന്നില്ല, നമ്മളൊരു മറ്റുള്ളവരുടെ ദാസനോ ദാസിയോ ആയി മാറുന്നില്ല. അതുപോലെ തന്നെ സാമൂഹ്യമായിട്ടുള്ള നമ്മളുടെ ആ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് നമ്മൾ പോകുന്നില്ല. നേരെ മറിച്ച് നമ്മൾ എക്സ്റ്റേണൽ പ്രഷേഴ്സ് ഓർ ഡിസയേഴ്സ് ഓഫ് അതേഴ്സ് അതിനു വേണ്ടി മാത്രമല്ല. ഇവിടെ നമ്മൾ ചാരിറ്റി എന്നോ എത്തിക്സ് എന്നോ നമ്മളുടെ കമ്പാഷൻ എന്നോ എമ്പതി എന്നോ ഇതൊക്കെ പറയുന്നതിനൊന്നും ഒരു എതിരും വരുന്നില്ല, ഒരു കോൺഫ്ലിക്റ്റ് വരുന്നില്ല. വാസ്തവത്തിൽ ഇന്നത്തെ ക്ലാസ്സിന്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും, ട്രൂ ടു വൺ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ജീവിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിധത്തിലുള്ള കോൺഫ്ലിക്റ്റും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അലൈനിങ് എന്ന് പറയുന്നത് എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം അലൈൻ ചെയ്യുക എന്ന് പറയും. എല്ലാ തരത്തിലും ഉണ്ട്. നമ്മുടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അലൈനിങ് ഉണ്ട്. ആ എക്യുപ്മെന്റിന്റെ സുഗമമായ പ്രവർത്തനം ഒരു ഫ്രിക്ഷനും ഇല്ലാതെ, അല്ലെങ്കിൽ കേടുപാടുകളില്ലാതെ ദീർഘകാലം വേണമെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നത് എല്ലാത്തിലും അതിന്റെ ഒരു അലൈനിങ് നടത്തിയിട്ടുള്ളത് കൊണ്ടാണ്. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വൈകാരികമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ഫീലിങ്സ്, നമ്മളുടെ സാമൂഹ്യമായ ബന്ധങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അലൈനിങ് ആവശ്യമുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് യുവർ അറ്റൻഷൻ, ഒരു അലൈൻമെന്റ്. നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മനുഷ്യൻ എന്ന നിലയിൽ നമ്മളുടെ എല്ലാ പ്രവൃത്തികളും തമ്മിൽ ഒരു അലൈൻമെന്റ് ഉണ്ടാകണം. അല്ലെങ്കിൽ അലൈനിങ് എന്ന് പറയുന്നത് അറ്റൻഷൻ, അവയർനെസ്, ആക്ഷൻസ്, ദെൻ ഹാർമണി വിത്ത് യുവർ ഓൺ, അല്ലെങ്കിൽ അവർ ഓൺ എന്ന് പറയാം. ഓക്കെ, നമുക്കിപ്പം ഭാഷയിൽ ഐ എന്നോ യു എന്നോ വി എന്നൊക്കെ പറയുന്നതിനകത്ത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട. യുവർ ഓൺ വാല്യൂസ്, ഇന്റൻഷൻസ് ആൻഡ് ദി പ്രസന്റ് മൊമെന്റ് എക്സ്പീരിയൻസസ്. നമുക്കറിയണം നമ്മൾ എന്തിനോടെല്ലാമാണ് നല്ല അലൈൻ ചെയ്യുന്നത്. നമ്മുടെ അറ്റൻഷൻ, അവയർനെസ്, ആക്ഷൻസ്, ഹാർമണി വിത്ത് അവർ വാല്യൂസ്, ഇന്റൻഷൻസ് ടു ദി പ്രസന്റ് മൊമെന്റ് എക്സ്പീരിയൻസുമായിട്ടുള്ള ഒരു അലൈൻമെന്റ്, അല്ലെങ്കിൽ അതിനെ ഒന്ന് നമ്മൾ സുഗമമായി പ്രവർത്തിക്കുന്ന രീതിയിലാക്കുക എന്നുള്ളതാണ്. ഇനി കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ കൾട്ടിവേറ്റിംഗ് സെൻസ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയും. നമുക്കറിയാം ഇന്റഗ്രേഷൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. നമ്മളിൽ തന്നെ നമ്മുടെ ചിന്ത, നമ്മളുടെ പ്രവൃത്തി, നമ്മുടെ ആക്ഷൻസ്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാകാത്ത വിധത്തിലാണ്. അങ്ങനെയാണ് നമ്മൾ ചിലർ ചിന്തിക്കുന്നത് വേറൊന്നായിരിക്കും, പക്ഷേ അവർ മറ്റുള്ളവരോട് പ്രവർത്തിക്കുന്നത് വേറൊന്നായിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള, നമുക്കറിയാം വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ആ വ്യത്യാസങ്ങൾ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഒത്തിരി കാണുന്നതാണ്. സോ ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രേഷൻ. നമ്മളുടെ വാക്ക്, പ്രവൃത്തി, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ, ഫീലിങ്സ്, ഇതെല്ലാം, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ബിഹേവിയർ, നമ്മളുടെ പെരുമാറ്റങ്ങൾ, ഇതെല്ലാം
അലൈൻമെന്റ് വിത്ത് അവർ ഡീപ്പർ ആസ്പിരേഷൻസ് ആൻഡ് വാല്യൂസ്. അതാണ് അലൈനിങ് എന്ന് പറയുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അതുമായിട്ട് നമ്മുടെ പ്രവൃത്തികളെല്ലാമായിട്ട് നമ്മൾ അലൈൻ ചെയ്യുന്നു ആസ്പിരേഷൻസ് ആൻഡ് വാല്യൂസിനോടൊത്ത്. ദെൻ ആക്ഷൻസ് ഇൻ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്, in mindfulness, actions refer to an intentional behavior. നമ്മൾ മനഃപൂർവ്വമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ബോധപൂർവം നമ്മളുടെ ആ പെരുമാറ്റ രീതികളെ എൻഗേജ് ഇൻ, പിന്നെ എന്താണ് ചെയ്യുന്നത്, നമ്മൾ റെസ്പോണ്ട് ടു ദി ഈവൻസ് ആൻഡ് സർക്കംസ്റ്റൻസസ് ഓഫ് അവർ ലൈഫ്സ്. നമ്മൾ നമ്മളുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ ഒരു ദിവസത്തേക്കല്ല, എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു ജീവിതകാലം മുഴുവനും നമ്മൾ ബോധപൂർവം മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ആ ജീവിത ചുറ്റുപാടുകളിൽ നമ്മളുടെ ആക്ഷൻസിനെ ഇന്റൻഷണൽ ആയിട്ടുള്ള ഒരു പ്രത്യേക അല്ലെങ്കിൽ ആ ഇന്റൻഷണൽ ആയിട്ട് നമ്മൾ പെരുമാറുന്ന ആ രീതിയാണ്. ആക്ഷൻസ് ആർ കൺസിഡേർഡ് ആസ് എ ഇന്റഗ്രൽ ആസ്പെക്ട്. നമ്മളുടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും നമ്മളെല്ലാം എല്ലാ രീതിയിലും നമ്മൾ അനേക രീതിയിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. നടക്കുന്നു, എടുക്കുന്നു, ഭക്ഷിക്കുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു, പലതരത്തിലുള്ള ജോലികളുണ്ട്. ഇതെല്ലാം നമ്മളുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് വരികയാണ്. ആസ്പെക്ട് ഓഫ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ബിക്കോസ് ദ റിഫ്ലക്ട് തോട്ട്സ്, ഇമോഷൻസ് ആൻഡ് ഇന്റൻഷൻസ്. അതിനെ നമ്മൾ അലൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇനി ആക്ഷൻസ് ഇൻ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്, ആക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് ആർ ഓപ്പർച്യൂണിറ്റി ടു കൾട്ടിവേറ്റ് ഗ്രേറ്റർ അവയർനെസ്. നമ്മുടെ പ്രവൃത്തികളെല്ലാം അങ്ങനെയാണ്. വളരെ നമ്മൾ ഇപ്പം ഓരോ ജീവിതത്തിന്റെ അല്ലെങ്കിൽ അനുദിനത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ആക്ടിവിറ്റീസ്, അവയർനെസ് ആൻഡ് ദെൻ ഇന്റൻഷനാലിറ്റി, നമുക്ക് പൂർണ്ണമായിട്ടുള്ള അവയർനെസ് നമുക്ക് കിട്ടും. അതിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ, അല്ലെങ്കിൽ അതിനുള്ള ഒരു ജീവിത രീതിയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ്സിലൂടെ പഠിക്കുന്നത്. അവയർനെസ്, ഇന്റൻഷനാലിറ്റി ആൻഡ് അലൈൻമെന്റ് വിത്ത് അവർ ഡീപ്പസ്റ്റ് ആസ്പിരേഷൻസ് ലീഡിങ് ടു എ മോർ ഫുൾഫില്ലിങ്. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ ഫുൾഫില്ലിങ്, നമ്മൾ ഒരു സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു സമ്പൂർണ്ണത കിട്ടുന്ന മീനിങ് ഫുൾ വേ ഓഫ് ലിവിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി മൈൻഡ്ഫുൾനെസ് ഇൻ ആക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ പറഞ്ഞു ഒരു എത്രയോ തരത്തിലുള്ള ആക്ഷൻസ് നമ്മളുടെ ജീവിതത്തിൽ ഒരു ദിവസം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണമായിട്ട് ഡിഷ് വാഷിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തിയെ നമുക്ക് എടുക്കാം. എങ്ങനെയാണ് സെറ്റിംഗ് ആൻഡ് ഇന്റൻഷൻ? നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപ്, അത് കുളിക്കുകയായിരിക്കും, നടക്കുകയായിരിക്കും, ഭക്ഷിക്കുകയായിരിക്കും, എന്തെങ്കിലും ആട്ടെ. ഇവിടെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് ഡിഷ് വാഷിംഗ് എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു സെറ്റിംഗ് ആൻഡ് ഇന്റൻഷൻ, നമ്മൾ ഇന്നത് ചെയ്യാൻ പോകുന്നു. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നതിന് മുൻപ് നമ്മൾ ഓർക്കുക, ഞാൻ ഇന്ന കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഭക്ഷിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ കുളിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം പഠിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്, ജോലി ചെയ്യുകയാണ്, പലതരത്തിലുള്ള ജോലി, ഗാർഡൻ പണിയായിരിക്കും. അതിനെക്കുറിച്ച് ഒരു സെറ്റിംഗ് ആൻഡ് ഇന്റൻഷൻ. ദാറ്റ് മീൻസ് എ പ്രിപ്പറേഷൻ ഓഫ് അഡ്ജസ്റ്റിംഗ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഡിഷ് വാഷ് ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ, ഇപ്പം മറ്റ് ഇന്ത്യയിലല്ല, മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെയാണ് ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ പാത്രങ്ങൾ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഒരു പാത്രം മേശപ്പുറത്ത് എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെയുള്ള ആ പ്രിപ്പറേഷൻ, അതുപോലെ ആ ഇന്റൻഷൻ നമ്മൾ ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ആ ടാപ്പ് തുറന്നു അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ചൂടൊക്കെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ആൻ ആക്ഷൻ. ദെൻ എൻഗേജ്മെന്റ് മീൻസ് നമ്മൾ കഴുകാൻ തുടങ്ങുകയാണ്. ഫോക്കസ് ഓൺ ദി പ്രസന്റ് പിക്കിംഗ് അപ്പ് ദി ഡിഷ്. ഓക്കെ, നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നു. അവിടെ നമുക്ക് ആ മൈൻഡ്ഫുൾനെസ് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് ഒബ്സർവിങ് ദി ഡീറ്റെയിൽസ്. ആ കഴുകുന്നതും ആ അഴുക്കുകൾ എല്ലാം പോകുന്നത്, അതിനുശേഷം അത് ക്ലീൻ ആകുന്നു, അതിനുശേഷം വീണ്ടും നമ്മൾ നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് കഴുകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വിഷ്വൽ അറ്റൻഷൻ പ്ലേസിങ് ഓൺ ദി ഡിഷസ്. അതാണ് നമ്മൾ ഇത് ഇട്ട് കഴുകുമ്പോൾ, സോപ്പിട്ട് കഴുകുമ്പോൾ അത് അഴുക്കെല്ലാം പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ ആ സോപ്പിന്റെ പതയെല്ലാം പോകുന്നത് കാണാൻ പറ്റും. സോ വിഷ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇമോഷണൽ അവയർനെസ്. പാത്രം കഴുകുമ്പോൾ പാത്രം മാത്രം കഴുകുക, അല്ലാതെ മറ്റൊന്നും ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇമോഷണൽ ആയിട്ടുള്ള നമ്മളുടെ മൈൻഡ് ഇങ്ങനെ വാണ്ടർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നു. ഇമോഷണൽ അവയർനെസ് ഈസ് നോൺ ജഡ്ജ്മെന്റൽ എന്ന് നമുക്ക് വേണേൽ പറയാം. നോൺ ജഡ്ജ്മെന്റ് ആയിട്ട്, അതായത് വൈകാരികമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ച്, ഭൂതഭാവി കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതിനെ കുറിച്ച് ഉള്ള ഒരു പ്രതികരണമില്ലാതെ നമ്മൾ ചെയ്യുക. ദെൻ കംപ്ലീഷൻ. ആ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നു വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഒരു ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മളുടെ ഒരു മൈൻഡ്ഫുൾനെസ് ആക്ഷൻ. ഈ തരത്തിലുള്ള ഒരു ആക്ഷൻ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ചെയ്യാൻ പറ്റും. നമ്മൾ നടക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ,
അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒട്ടനവധിയായിട്ട് നമ്മൾ എല്ലാ പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് സെറ്റിംഗ് ആൻ ഇന്റൻഷൻ, എൻഗേജ്മെന്റ്, ഒബ്സർവിംഗ് ദ ഡീറ്റെയിൽസ്, ഇമോഷണൽ അവയർനെസ്, കംപ്ലീഷൻ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ക്ലിയർ ആയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? ക്ലിയർ ആയോ? ജസ്റ്റ് ഞാനിങ്ങനെ പറഞ്ഞു മാത്രം പോവുകയാണ്. ക്ലിയർ ആയോ? ഇപ്പൊ ഞാൻ സിസ്റ്റർ തെരേസിനെ കാണുന്നുണ്ട്. സിസ്റ്റർ ക്ലിയർ ആയോ? ഓക്കെ, സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് കേൾക്കത്തില്ല. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, വാട്ട് ആർ ദി കോർ വാല്യൂസ്? അടുത്തത് നമ്മളുടെ മൈൻഡ്ഫുൾനെസിന്റെ അല്ലെങ്കിൽ ട്രൂ ടു വൺ സെൽഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കോർ വാല്യൂസ്. നമ്മളുടെ ഒരു വാല്യൂ സിസ്റ്റത്തിന് മൂല്യബോധം അല്ലെങ്കിൽ നമുക്കൊരു കോർ വാല്യൂസ് ഉണ്ടാകും. അതിന്റെ അർത്ഥം എന്താണ് മൈൻഡ്ഫുൾനെസ് ആയിട്ട് നമുക്ക് നോക്കാം. ഇൻ മൈൻഡ്ഫുൾനെസ്, കോർ വാല്യൂസ് റെഫർ ടു ദി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, എനിക്ക് എൻ്റെ തത്വത്തിനനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ വാല്യൂ സിസ്റ്റത്തിന് ഇത് എതിരാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ആ പറയുന്ന ഒരു വാല്യൂ സിസ്റ്റം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതും ഇതിൻ്റെ ഒരു ഭാഗമാക്കി നമുക്ക് എടുക്കാം, പക്ഷേ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ദീസ് ആർ ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ഓർ ക്വാളിറ്റീസ് ദാറ്റ് ഗൈഡ് യുവർ ലൈഫ്, ഷേപ്പ് യുവർ ബിഹേവിയർ. നമ്മുടെ പ്രവർത്തികളെ മുഴുവനും നയിക്കുന്നതാണ്. അവിടെ നമുക്ക് ഈ പറയുന്ന എംപതി, കമ്പാഷൻ, അതുപോലെയുള്ള മാനുഷികമായിട്ട് നമ്മൾ വിലമതിക്കുന്നതെല്ലാം ഉണ്ടാകാം. പക്ഷേ ദി കോർ വാല്യൂസിന് മൈൻഡ്ഫുൾനെസിന്റെ അർത്ഥത്തിൽ വേറൊരു അർത്ഥമുണ്ട്. അതേക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് കാണാം. ഓക്കെ, ദെൻ അടുത്തത്, ദീസ് വാല്യൂസ് റെപ്രസെന്റ് വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ യു. നമ്മളുടെ ഓരോരുത്തർക്കും സ്വതസിദ്ധമായിട്ട് നമ്മൾ ഒന്നാമത് കരുതേണ്ടത്, നമുക്ക് പൊതുവായിട്ടുള്ള ചില വിശ്വാസങ്ങളും വാല്യൂസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഓരോ വ്യക്തി എന്ന നിലയിൽ നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. അത് നമുക്ക് ഫോം ചെയ്യപ്പെടുന്നത് നമ്മളുടെ ആ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ നമ്മൾ ഒരു ഭ്രൂണമായിട്ട് നമ്മൾ രൂപപ്പെടുന്ന ആ സമയം മുതൽ നമ്മുടെ ആ യുണീക്ക്നെസ് അല്ലെങ്കിൽ നമ്മളുടെ ആ ന്യൂറൽ പ്രിന്റ്, അതുപോലെയുള്ള എക്സെപ്ഷണാലിറ്റി എന്ന് പറയാം, ഓരോ വ്യക്തിയെ സംബന്ധിച്ച് യുണീക്ക്നെസ് എന്ന് പറയാം. ഓക്കെ, അത് ന്യൂറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ന്യൂറോളജി ഓഫ് എക്സെപ്ഷണാലിറ്റി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അപ്പൊ അതിനകത്ത് അവർ പറയുന്നത് ഏതെല്ലാം തരത്തിലാണ് നമ്മൾ യുണീക്ക് ആകുന്നത് എന്നുള്ളതാണ്. ദീസ് വാല്യൂസ് റെപ്രസെന്റ് വാട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു യു. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, സ്നേഹിക്കുന്നത് ഉണ്ടാകും. അത് നമ്മളുടെ ഈഗോ ആകണമെന്നില്ല. ഈഗോയ്ക്കും അത് സെൽഫിഷ്നെസ് ആയിട്ട് വരും. പക്ഷെ നമുക്ക് ചില മൂല്യബോധം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് നമുക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. ദിസ് യു ഡീപ്ലി ബിലീവ് ഇൻ. ഇതാണ് ശരിയും തെറ്റും. അവിടെ ആ എത്തിക്സിൽ വാല്യൂ എന്താണ് ബേസ്ഡ് ആയിട്ടുള്ള ആ ബിലീവ് സിസ്റ്റം ഉണ്ട്. അത് മറ്റുള്ളവരെ കട്ട് ചെയ്യുന്നതല്ല, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതല്ല, കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നതല്ല. ആൻഡ് വാട്ട് ഗീവ്സ് യുവർ ലൈഫ് മീനിങ് ആൻഡ് പർപ്പസ്. നമ്മുടെ ലൈഫിന് അത് കൂടുതൽ മീനിങ്ങും അർത്ഥവും അതുപോലെ തന്നെ ഒരു പർപ്പസും നമുക്ക് തരുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ കോർ വാല്യൂസ് ഇൻ ആക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു പ്രവൃത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രസൻസ്, നമ്മുടെ ആ മൈൻഡ്ഫുൾ പ്രസൻസ്, ഹിയർ ആൻഡ് നൗ എന്നുള്ളതുണ്ട്. ദെൻ ബീയിങ് ഫുള്ളി പ്രസന്റ് ഇൻ ഈച്ച് മൊമെന്റ്, അതാണ് പ്രസൻസ് എന്ന് പറയുന്നത്, പ്രസൻസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ആ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ബീയിങ് ഫുള്ളി ഇൻ ഈച്ച് പ്രസന്റ് ഈച്ച് മൊമെന്റ്. നോൺ ജഡ്ജ്മെന്റ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാല്യൂ ആണ്. അതായത് നമ്മളുടേതായിട്ടുള്ള എന്താണ് നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കുക. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഗുണമാണ് നോൺ ജഡ്ജ്മെന്റൽ ആകുക. കാരണം എപ്പോഴും നമ്മൾ എന്തിനെക്കുറിച്ചെങ്കിലും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്നതിനെ കുറിച്ച്, നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എല്ലാത്തിനെ കുറിച്ചും നമ്മൾ ഉണ്ട്. കേൾക്കുക മാത്രമല്ല, നമ്മൾ കാണുക, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഇതിന് ഉപ്പ് കൂടുതലാണ്, ദാറ്റ്സ് എ ജഡ്ജ്മെന്റ്. അല്ലെങ്കിൽ അതുപോലെയുള്ള ഞാൻ പറഞ്ഞ ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഉപ്പ് കൂടിപ്പോയി എന്ന് പറയുന്നതിനകത്തല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് ട്രിഗേർഡ് ബൈ എ കൈൻഡ് ഓഫ് ഇമോഷൻസ്, യുവർ ലൈക്സ് ഓർ ഡിസ്ലൈക്ക്, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദെൻ തോട്ട്, നോൺ ജഡ്ജ്മെന്റൽ ആകുന്ന തോട്ട് ഓഫ് ഒബ്സർവേഷൻ, അതായത് നമ്മളുടെ ചിന്തകളെ കുറിച്ചുള്ള, മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ കുറിച്ചുള്ള ഒരു ഒബ്സർവേഷൻ. വാട്ട് ഈസ് ഹാപ്പനിങ് നൗ ഇൻ മൈ മൈൻഡ് ഓർ അറൗണ്ട് മീ എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ പേഷ്യൻസ്, നമുക്ക് ക്ഷമ വേണം. ക്ഷമ എന്താണ്? വിത്തൗട്ട് ഫ്രസ്ട്രേഷൻ. ഏതെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രസ്ട്രേഷനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത്, പല കാര്യങ്ങളും ഞാൻ ചെയ്തു, ആരും അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കാനുള്ള ക്ഷമയില്ല. അങ്ങനെയുള്ള ആ പേഷ്യൻസ്, ഇംപേഷ്യൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ആ പെരുമാറ്റങ്ങൾ, വിത്തൗട്ട് ഫ്രസ്ട്രേഷൻ. അതുകൊണ്ട് ആ ഫ്രസ്ട്രേഷൻ നമുക്ക് മാത്രമേ ഉള്ളൂ. മൃഗങ്ങളെ സംബന്ധിച്ച് അതിന് ഫ്രസ്ട്രേഷൻ ഇല്ല. അതിന് പെയിൻ ഉണ്ടാകും. അതിന് വേണ്ടത്ര ഇപ്പോൾ ഒരു കിളിയെ പിടിച്ച് കൂട്ടിലിട്ട് കഴിഞ്ഞാൽ അതിന് ഫ്രസ്ട്രേഷനുണ്ടാകും. ആ പെയിൻ, അതിൻ്റെ ആ സ്വാതന്ത്ര്യം. അല്ല, ആനയെ പിടിച്ച് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്രസ്ട്രേഷനെ കുറിച്ചല്ല കൂടുതലുണ്ടാകുന്നത്, അതിൻ്റെ പെയിൻ ആയിരിക്കും, അതിൻ്റെ ആ ഫ്രീഡത്തെ കുറിച്ചുള്ളത്.
ഓക്കെ, കോർ വാല്യൂസിന്റെ കൂടുതൽ ആയിട്ടുള്ള ഇൻ ആക്ഷൻ പറഞ്ഞ അക്സെപ്റ്റൻസ് ഇൻ ഓൾ ലൈഫ് സിറ്റുവേഷൻ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാത്തിലും നമുക്ക് അനുകൂലമല്ലാത്ത, അതായത് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളല്ല സംഭവിക്കുന്നതെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു എന്താണ് ഒരു മനസ്ഥിതി നമുക്കുണ്ടാകണം ഇൻ ഓൾ ലൈഫ് സിറ്റുവേഷൻസ്. ദെൻ ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ നിമിഷവും ഞാൻ ഇതിനു മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാറ്റിനോടും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക എന്ന് പറയുന്നത്. ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, ദാറ്റ് ഈസ് അവർ കോർ വാല്യൂ. അപ്പൊ പിന്നെ മറ്റൊന്ന് കമ്പാഷൻ ഈസ് എ കോർ വാല്യൂ, അല്ലെങ്കിൽ എംപത്തി. കമ്പാഷൻ, ഹെൽപ്പിംഗ് അതേഴ്സ്, ദാറ്റ് ഈസ് എ കോർ വാല്യൂ. ദെൻ അടുത്തത് അവയർനെസ് ഈസ് എ കോർ വാല്യൂ. ദെൻ മൈൻഡ്ഫുൾ ബ്രീത്തിങ്, അവയർനെസ് ഇൻ ആക്ഷൻ, ഇതൊക്കെ നമ്മുടെ കോർ വാല്യൂസ് ആണ്. അല്ലാതെ ഏതെങ്കിലും ഒരു 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 എന്താണ് ആശയം, ആ ആശയം അതല്ല കോർ വാല്യൂ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു ഫിലോസോഫിക്കൽ ആയിട്ട് അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഏതെങ്കിലും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു വാല്യൂ, ഇതാണ് എൻ്റെ വാല്യൂ എന്ന് പറയുന്നതല്ല. രാഷ്ട്രീയത്തിൽ എനിക്ക് ഒരു മൂല്യ അധിഷ്ഠിതമായിട്ടുള്ള ചിന്തയുണ്ട് എന്ന് പറയുന്നതല്ല. ഈ പറയുന്നതൊക്കെയാണ് മൈൻഡ്ഫുൾനെസ്സിൽ കോർ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ആർ ദി ബിലീഫ്സ്? നമുക്ക് വിശ്വാസങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് തന്നെയുള്ള ചില കാര്യങ്ങളുണ്ടാകും. ഇതൊരു റിലീജിയസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ, ഇതുപോലെയുള്ള സോഷ്യൽ, ഇക്കണോമിക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബിലീഫ് സിസ്റ്റത്തെ കുറിച്ചല്ല. ഇൻ മൈൻഡ്ഫുൾനെസ്, ബിലീഫ് റെഫേഴ്സ് ടു ദ തോട്ട്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ദി assumptions that shape our understanding of ourselves, others, and then around us. നമ്മൾക്കുണ്ടാകുന്ന അതാണ് തോട്ട്സ്, ആറ്റിറ്റ്യൂഡ്സ്, അസംഷൻസ്. നമ്മൾ ചിലപ്പം പല കാര്യങ്ങൾ അസ്യൂം ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ അത് എന്തുമാത്രം മൈൻഡ്ഫുൾ ആണ് എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. ദാറ്റ് ഷേപ്പ് അവർ ബിഹേവിയർ, നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അവേഴ്സെൽസ്, അതേഴ്സ് ആൻഡ് ദ വേൾഡ് അറൗണ്ട് അസ്. നമ്മളുടെ അതിനനുസരിച്ചുള്ള ബിഹേവിയർ ഉണ്ടാകും. ഒരു റിയൽ പെർസെപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം, നമുക്കുണ്ടാകുന്നതാണ് നമ്മളുടെ ഈ ബിലീഫ്സിന്റെ ഒന്ന്. ബിലീഫ്സ് ക്യാൻ ബി കോൺഷ്യസ്. നമ്മൾ ചിലപ്പോൾ കോൺഷ്യസ് ആയിട്ടോ അൺകോൺഷ്യസ് ആയിട്ടോ നമുക്ക് നമ്മുടെ ബിലീഫ് സിസ്റ്റങ്ങൾ ഉണ്ടാകും. ആൻഡ് ദേ ഓഫൺ ഇൻഫ്ലുവൻസ് ദി പെർസെപ്ഷൻസ്, ഇമോഷൻസ് ആൻഡ് ബിഹേവിയർ. ഓഫ് കോഴ്സ് നമുക്ക് അത് വേണ്ടത്ര മൈൻഡ്ഫുൾ അല്ലെങ്കിൽ, ഒരു മൈൻഡ്ഫുൾ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ നമുക്കില്ലെങ്കിൽ അതെന്ത് ചെയ്യുന്നു, നമ്മളുടെ വൈകാരികമായിട്ടുള്ള നമ്മളുടെ നമ്മുടെ പെരുമാറ്റങ്ങളെ അത് ബാധിക്കും. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിന്റെ സമയത്ത് കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാതെയോ സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിലും. ഓക്കെ, ബിലീവ്സ് ഇൻ മൈൻഡ്ഫുൾനെസ്, അത് ബിലീവ് ഇൻ ആക്ഷൻ. അത് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പ്രസന്റ് മൊമെന്റ് ഈസ് ദ ഓൺലി ടൈം, ദിസ് ഈസ് ദ ബിലീഫ്. ദാറ്റ് മീൻസ് എനിക്ക് മുൻപും പിൻപും ഇല്ല, ഈ പ്രസന്റ് മൊമെന്റ് ഈസ്, അതാണ് എൻ്റെ ടൈം, അതാണ് എറ്റേണിറ്റി എന്ന് പറയുന്നത്. അതിന് ആ ഒരു ബിലീഫ് സിസ്റ്റം, പ്രസന്റ് മൊമെന്റ് ഈസ് ദി ഓൺലി ടൈം. ദെൻ അക്സെപ്റ്റൻസ് ഈസ് ദി കീ ഓഫ് ഇന്നർ പീസ്. നമുക്ക് എല്ലാറ്റിനെ കുറിച്ചുമുള്ള ഒരു അക്സെപ്റ്റൻസ്, ടോട്ടൽ എന്ന് വിചാരിച്ച് നീതി നടപ്പാക്കാതിരിക്കോ അല്ലെങ്കിൽ എല്ലാത്തിനും അങ്ങോട്ട് ആമേൻ പറയുന്ന ആ ഒരു രീതിയെ കുറിച്ചല്ല. അക്സെപ്റ്റൻസ് ഈസ് ദി കീ ടു ഇന്നർ പീസ്. അക്സെപ്റ്റിംഗ് ദി പ്രസന്റ് മൊമെന്റ് വിത്തൗട്ട് ട്രൈങ് ടു ചേഞ്ച് ഇറ്റ് ആസ് ഇറ്റ് ഈസ്, അതാണ് നമ്മളുടെ ഇത്. ദെൻ കമ്പാഷൻ, ബിലീഫ്സിൻ്റെ അകത്തുള്ള മറ്റൊരു ഘടകമാണ് കമ്പാഷൻ. എൻഹാൻസസ് കണക്ഷൻസ്. നമ്മൾ എപ്പോഴും കമ്പാഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രെങ്തനിങ് ദി റിലേഷൻഷിപ്പ്, നമുക്ക് ഒരിക്കലും അത് വരികയില്ല. കാരണം നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന ഒന്ന്, നമ്മൾ എത്തിക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അതാണ് നമ്മളുടെ അല്ലെങ്കിൽ എത്തിക്കൽ ആൻഡ് കമ്പാഷനേറ്റ് എന്ന് വേണേൽ പറയാം. അതാണ് ഒരു എസ്പെഷ്യലി മാതേഴ്സിന് അവരുടെ മക്കളോടുള്ളത്, അല്ലെങ്കിൽ മാതാവിന്റെ അത്രയും ഇത് പിതാവിനുണ്ടാകിയല്ല. കാരണം ഇത് പ്രകൃതി അതിന്റെ സസ്റ്റനൻസിന് വേണ്ടിയിട്ട് കൂടുതൽ കൊടുത്തിരിക്കുന്ന ഒരു മാതൃത്വത്തിന്റെ ഒരു ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഘടകം അതാണ്. പക്ഷെ മക്കളെ സംബന്ധിച്ച് അവർ ചിലപ്പോൾ അവരുടെ മാതാപിതാക്കളെ നോക്കണമെന്നുള്ളത് ഒരു മോറൽ ആയിട്ടുള്ള ഒരു കടമയായിട്ട്, ധാർമ്മികമായ ഒരു കടമയായിട്ട് വരുന്നുണ്ട്. അവിടെയാണ് മാതാവിന് സ്വന്തം മക്കളോടുള്ള ആ റിലേഷൻഷിപ്പിലും അതുപോലെ മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ആ റിലേഷൻഷിപ്പിലും വരുന്ന ആ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് എത്തിക്കൽ ആൻഡ് കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒന്നാണ്, മറ്റൊന്ന് ധാർമ്മികമായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. എന്തുകൊണ്ടാണ് നീ നിന്റെ അപ്പനെയും അമ്മയും നോക്കാത്തത് എന്ന് ചോദിക്കുന്നതിന്റെ ആ ഡിഫറൻസ് എന്ന് പറഞ്ഞത്രേ ഉള്ളൂ. ദെൻ മൈൻഡ്ഫുൾനെസ് ലീഡ്സ് ടു ഗ്രേറ്റർ സെൽഫ് അവെയർനെസ്. ഓഫ് കോഴ്സ് നമ്മൾ എപ്പോഴും നമ്മളുടെ പ്രവർത്തനങ്ങളെ
ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു, കൂടുതൽ നമ്മൾ ഗ്രേറ്റർ അവയർനെസ്, സെൽഫ് അവയർനെസ് കിട്ടും. ഞാൻ ആരാണ്, എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളത് ഉണ്ടാകും. കൂടുതൽ മറ്റുള്ളവർ പറഞ്ഞതോ അല്ലെങ്കിൽ സ്വയം അഭിമാനിക്കുന്ന അല്ലെങ്കിൽ സ്വയം ഉടലെടുത്തതായി രൂപീകരിച്ചിട്ടുള്ള ഒരു അഭിപ്രായമല്ല. സെൽഫ് അവയർനെസ് ഈസ് എസെൻഷ്യൽ ഫോർ പേഴ്സണൽ ഗ്രോത്ത്. നമ്മൾ എന്താണെന്നുള്ള ആ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു പിക്ചർ, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു പിക്ചർ നമ്മുടെ സെൽഫ് ഗ്രോത്തിന് ആവശ്യമാണ്. ദെൻ എക്സാമ്പിൾസ് ഓഫ് ബിലീവ്സ് ഇൻ മൈൻഡ്ഫുൾനെസ്സിന് നമ്മൾ എന്താണ്, നോൺ ജഡ്ജ്മെന്റ് ഫോസ്റ്റർ പീസ്. നമ്മൾ എതിർക്കാതിരിക്കുക. റെസിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഗിവിങ് അസമാധാനം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കോൺഫ്ലിക്റ്റ്, വാർ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാം റെസിസ്റ്റൻസിന്റെ ഭാഗമാണ്. സോ നോൺ ജഡ്ജ്മെന്റ് ഫോസ്റ്റേഴ്സ് പീസ്. നോൺ ജഡ്ജ്മെന്റ് ഫോസ്റ്റേഴ്സ് ഇന്നർ പീസ് ആൻഡ് റെഡ്യൂസസ് അൺനെസസറി സ്ട്രെസ്. അത് കുറയ്ക്കുന്നു. അടുത്തത് നമ്മളുടെ ബിലീഫ് സിസ്റ്റത്തിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് കൾട്ടിവേറ്റ്സ് ഹാപ്പിനെസ്. നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക, എല്ലാറ്റിനും എല്ലാവരോടും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. അത് നമ്മുടെ ഹാപ്പിനെസിന്റെ ചെയ്യും. അതിന്റെ ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ പവർഫുൾ ടൂൾ ഫോർ കൾട്ടിവേറ്റിംഗ് ഹാപ്പിനെസ്. ദെൻ എവറി എക്സ്പീരിയൻസ് ഈസ് എ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി. മൈൻഡ്ഫുൾനെസ് കീപ്പ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആളിന് അയാളുടെ ബിലീഫ് സിസ്റ്റത്തിൽ എവറി എക്സ്പീരിയൻസ് ഈസ് എ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി. അല്ലാതെ അതാണ് ഓരോ മൊമെന്റിലും ആ നമ്മളുടെ ചിന്തകൾ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് മൈൻഡ് എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് പോകുന്നു. ചിലപ്പോൾ അത് പാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിരിക്കും. ഒന്ന് ചിലപ്പോൾ റിലേറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ അൺറിലേറ്റഡ് ആയിരിക്കും. പെട്ടെന്ന് നമ്മുടെ വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പക്ഷേ നമ്മളുടെ അൺകോൺഷ്യസിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് കയറി വരും. അതിപ്പം അതിനൊരു ഓരോ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാകും. വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരാളുടെ മുഖം കാണുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ചിലപ്പോൾ ആരോട് സ്നേഹം തോന്നും, ചിലപ്പോൾ നമുക്ക് ദേഷ്യം തോന്നും, അല്ലെങ്കിൽ മറ്റതുപോലുള്ള വികാരങ്ങൾ ഉണ്ടാകും. എവറി എക്സ്പീരിയൻസ് ഈസ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആൻഡ് എവറി എക്സ്പീരിയൻസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആയിരിക്കും. ഓഫേഴ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. ദെൻ ചോയ്സ് എന്ന് പറയുന്ന മറ്റൊന്നുണ്ട്. അതായത് നമ്മളുടെ മൈൻഡ്ഫുൾനെസ്സിന്റെ ട്രൂ ടു യുവർ സെൽഫ് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ചോയ്സ്. നമ്മളുടെ തെരഞ്ഞെടുപ്പാണ് നമ്മൾ എന്തുമാത്രം സത്യസന്ധരായിരിക്കുന്നു എന്നുള്ളതിന്റെ, ജീവിതത്തോട് തന്നെ നമ്മൾ കാണിക്കുന്ന സത്യസന്ധതയുടെ. പ്രസന്റ് മൊമെന്റ് അവയർനെസ്, ദാറ്റ് ഈസ് എ ചോയ്സ്. നമ്മൾ ഫോക്കസ് ഓൺ ദി പ്രസന്റ് മൊമെന്റ്, ദാറ്റ് ഇസ് എ ചോയ്സ്. നമുക്ക് പ്രസന്റ് മൊമെന്റിലായിരിക്കണ്ട, നമുക്ക് വേണമെങ്കിൽ അവയർനെസ് ഇല്ലാതെ ജീവിക്കാം. ഒരുപക്ഷെ നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പുള്ള നമ്മളുടെ ആ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മൾ എന്തുമാത്രം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ അത് നമ്മൾ ആ പ്രസന്റ് മൊമെന്റിനെ കുറിച്ച് അവെയർ ആകാതായിരിക്കും നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓരോ കാര്യങ്ങൾക്ക് കൃത്രിമമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളതില്ല. ഫോക്കസ് ഓൺ ദി പ്രസന്റ് മൊമെന്റ്, ദാറ്റ് ഈസ് എ ചോയ്സ് ഇൻ അവർ ലൈഫ്. ദെൻ നോൺ ജഡ്ജ്മെന്റൽ ഒബ്സർവേഷൻ. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളിൽ നമുക്ക് കിട്ടുന്ന ആ ഇൻപുട്ട്, ഇതെല്ലാം നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതിനെ കുറിച്ച് എല്ലാം പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മളുടെ സാധാരണ ലൈഫ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ നോർമൽ എന്ന് പറയുന്നതാണ്. ആർ യു നോർമൽ എന്ന് ചോദിച്ചാൽ ഇതേ രീതിയിലുള്ള ഒരു ലൈഫ്, അവയർനെസ് ഇല്ല, പ്രസന്റ് മൊമെന്റിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, കേൾക്കുന്നതിനെ കുറിച്ചെല്ലാം ഒന്നുകിൽ മറ്റുള്ളവരോട് പ്രതികരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെത്താൻ എപ്പോഴും മൈൻഡിൽ ഇങ്ങനെ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ദെൻ ഇന്റൻഷനാലിറ്റി, ഹൗ ടു സ്പെൻഡ് യുവർ ടൈം ആൻഡ് എനർജി. നമുക്കത് നമ്മളുടെ ചോയ്സ് ആണ്. എങ്ങനെയാ, ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അത് എൻ്റെ ഇന്റൻഷൻ ആണ്. ദാറ്റ് ഇസ് എ ചോയ്സ്. അത് നമ്മളുടെ മൈൻഡ്ഫുൾനെസ്സിന്റെ ഒരു ഇതാണ്. അതായത് കൂടുതൽ മീനിങ് ആയിട്ട് എൻ്റെ ടൈം എനർജി വേണമെങ്കിൽ എനിക്ക് ചെയ്യാം. ഇപ്പം എനിക്കിപ്പം നമ്മൾ ഓരോരുത്തരും എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാതിരിക്കാം. നമുക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാം, അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പോകാം, അല്ലെങ്കിൽ കൂട്ടുകൂടാം, പാർട്ടിക്ക് പോകാം, എന്തെല്ലാം നമുക്ക് ചെയ്യാനുള്ളതുണ്ട്. ഇതെല്ലാം ചോയ്സുകളാണ്. സോ ദെൻ റെസ്പോണ്ടിങ് വേഴ്സസ് റിയാക്ടിങ്, നമ്മളുടെ അതും ഒരു ചോയ്സ് ആണ്. കേൾക്കുന്നതിന് പ്രതികരിക്കുക എന്ന് പറയുന്നതും റിയാക്ടിങ് അല്ലെങ്കിൽ റെസ്പോണ്ടിങ്, അതായത് സിറ്റുവേഷൻസ് തോട്ട്ഫുള്ളി റാദർ ദാൻ റിയാക്ടിങ് ഇമ്പൾസീവ്ലി. ആ വരുന്നതിനനുസരിച്ച് വികാരപരമായിട്ട് നമ്മൾ പെരുമാറുക, അല്ലെങ്കിൽ സംസാരിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സോ എ ചോയ്സ്, ദാറ്റ്സ് എ റെസ്പോണ്ടിങ് ഓർ റിയാക്ടിങ്, അത് നമ്മുടെ ചോയ്സ് ആണ്. ഓരോ നിമിഷവും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത്. ദെൻ മൈൻഡ്ഫുൾ കമ്മ്യൂണിക്കേഷൻ ഈസ് എ ചോയ്സ്. മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് ചോയ്സ് ടു ലിസൺ ആക്റ്റീവ്ലി ആൻഡ് സ്പീക്ക് തോട്ട്ഫുള്ളി.
എന്നുള്ളത് നമ്മളുടെ ഒരു ചോയ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ അത് ഇതിനു മുമ്പ് ഒരുപക്ഷെ നമ്മൾ ഉണ്ടായിരിക്കും. നമ്മൾ ചിന്തിക്കുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു മറ്റേ ആൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മളുടെ സംസാരം തുടങ്ങുന്നു. ഈ മൈൻഡ്ഫുൾ കമ്മ്യൂണിക്കേഷന്റെ അകത്ത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. നമ്മൾ കേൾക്കുന്നതിന് നമ്മൾ ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചിന്തിക്കുന്നത്. ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ആ ആൾക്ക് എന്ത് ഉത്തരം കൊടുക്കണമെന്നാണ് നമ്മൾ മൈൻഡ്ഫുൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറയുന്നു? ആൾ പറയുന്നത് നമുക്ക് മുഴുവനും കേൾക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് സെന്നിൽ പറയുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കേൾക്കുകയും കാതുകൊണ്ട് കാണുകയും ചെയ്യണമെന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഫുൾ അറ്റൻഷൻ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്ര ഇതായിട്ട് പറയുന്നത്. So then acceptance is a choice. You can accept it. Whatever happening in our day-to-day life. അത് വേണമെങ്കിൽ നമുക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അതിനെ ജഡ്ജ്മെന്റൽ ആയിട്ട് നമുക്ക് വിധിക്കാം. ഇവിടെ ഒരു നീതിയും കിട്ടിയല്ല, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള നമ്മളുടെ ആ വിധിയിൽ നമുക്ക് പോകാം. അക്സെപ്റ്റൻസ് നമുക്ക് ഇസ് എ ചോയ്സ്. ലെറ്റിംഗ് ഗോ, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളെയും അത് നമുക്ക് വേണേ വിട്ടുകളയാം. അല്ലെങ്കിൽ നമുക്ക് അതിനെ നമുക്ക് വിട്ടുകളയാതിരിക്കാം, അതിനോട് പ്രതികരിക്കാം, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാം, ബഹളം ഉണ്ടാക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് സ്പേസ് ഫോർ ന്യൂ പോസിറ്റീവ് എക്സ്പീരിയൻസസ് ആൻഡ് ഗ്രോത്ത്. ദാറ്റ്സ് എ ചോയ്സ്. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ ചോയ്സ്. യു ക്യാൻ ബി നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നന്ദിയുള്ളവരാകാം, അല്ലെങ്കിൽ ഇല്ലാത്തവരാകാം. നമുക്കിപ്പോൾ ആരെങ്കിലും ഒരു ഉപകാരം ചെയ്യുമ്പോൾ മാത്രം നമ്മൾ നന്ദി പറയുന്നു എന്നുള്ളതിനെ കുറിച്ച് അല്ലാതെ നമ്മൾക്ക് കേൾക്കുന്നതിനെ കുറിച്ച് അതേക്കുറിച്ച് നമുക്ക് അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നുള്ളത് ഒരു ചോയ്സ് ആണ്. ഒരുപക്ഷെ ആരും അങ്ങനെ ചെയ്യുന്നില്ല. പലപ്പോഴും നമുക്ക് കിട്ടുന്നതിനെ കുറിച്ച് നമ്മളത് ഗ്രേറ്റ്ഫുൾ ആയിരിക്കില്ല. ഫോക്കസ് ഓൺ തിങ്സ് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ. അതും നമ്മുടെ ഒരു ചോയ്സ് ആയിട്ട് എടുക്കാം. ദെൻ ഐഡന്റിറ്റി, നമ്മൾ പറയല്ലേ എൻ്റെ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഐഡന്റിറ്റി ഉണ്ട്. ഐഡന്റിറ്റി റെഫേഴ്സ് ടു എ സെൻസ് ഓഫ് സെൽഫ്. നമ്മളുടെ കുറിച്ചുള്ള ആ സെൽഫിനെ കുറിച്ചുള്ള നമ്മളുടെ ഒരു ധാരണയാണ്. ഫോർ ദ വേ വി പെർസീവ് ഓർ ഡിഫൈൻ അവർ സെൽഫ്, നമ്മളെ കുറിച്ചുള്ളതാണ്. നീ ആരാണ്? അതാണ് ഞാൻ ഞാൻ തിക്നത്താന്റെ ഇത് പറഞ്ഞിട്ട് കോൾ മീ വിത്ത് യുവർ ബൈ മൈ ട്രൂ നെയിം എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഓരോ രീതിയിൽ നമ്മൾ നമ്മളുടെ ആ ഐഡന്റിറ്റി, നമ്മളുടെ സെൻസ് ഓഫ് നമ്മൾ അതാണ് ഇങ്ങനെയാണ്. നമ്മളെ കുറിച്ചുണ്ട്, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് ഉണ്ട്. ആ ഒരാളെ കുറിച്ചുള്ള അവരുടെ ഐഡന്റിറ്റിയെ കുറിച്ച് നമുക്കും ഒരു ധാരണയുണ്ടാകും. ഓക്കെ, എ സെൽഫ് ആൻഡ് വി പെർസീവ് ഡിഫൈൻ അവർ സെൽഫ്. എന്താണ്? നീ ആരാണ്? ഹു ആർ യു എന്നുള്ള ചോദ്യത്തിന് രമണ മഹർഷി പറയുന്നുണ്ട് ഹു ആർ യു എന്നുള്ള ആ ഒരു നമ്മളുടെ ബോധം. It encompasses various roles, labels and characteristics that we identify with us. നമ്മൾ കൊടുക്കുന്ന നമ്മൾ ലേബലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുണ്ട്. അപ്പൻ, അമ്മ, അല്ലെങ്കിൽ സഹോദരൻ, സഹോദരി, അല്ലെങ്കിൽ ഒരു സിസ്റ്റർ, അല്ലെങ്കിൽ ഡോക്ടർ, നേഴ്സ്, ഇങ്ങനെയുള്ള കുറെ ഇതുണ്ട്. അതിൻ്റെ ആയിട്ടുള്ള ലേബൽസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് അതുപോലെ അനുസരിച്ചുള്ള ജോലികളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓരോ ആക്ഷൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് അവർ ഡീപ്പർ സെൻസ് ഹു വി ആർ ബിയോണ്ട് ദീസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. നമ്മളുടെ ബാഹ്യമായിട്ടുള്ള അതിൽ നിന്ന് നമ്മൾ തന്നെ ചൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്ന നമ്മളെ കുറിച്ചുള്ള ഒരു സെൽഫ് അവെയർനെസ്, അല്ലെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ദെൻ ഐഡന്റിഫൈ യുവർ ആക്ഷൻ. ഓക്കെ, ദെൻ ഐഡന്റിറ്റി ഇൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റി എങ്ങനെയാണ് നമ്മുടെ ആക്ഷനിൽ, നമ്മുടെ പ്രവൃത്തി പദത്തിലേക്ക്. ഇതൊരു തിയറി ക്ലാസ് അല്ല ഞാൻ പറഞ്ഞത്, അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്. സെൽഫ് പെർസെപ്ഷൻ, ആദ്യത്തേത് സെൽഫ് പെർസെപ്ഷൻ ആണ്. ദെൻ അത് നമ്മൾ എങ്ങനെ അറിയുന്നു? അവെയർ ഓഫ് their thoughts or our thoughts and emotions and actions. അതാണ് സെൽഫ് പെർസെപ്ഷൻ. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു അറിവ് നമുക്കുണ്ടാകുന്നു. ദെൻ നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഐഡന്റിറ്റിയുടെ ഒരു ഭാഗമാണ്. അങ്ങനെ ഒരു മനോഭാവം നമ്മൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ, നോൺ ജഡ്ജ്മെന്റൽ സ്റ്റാൻഡ്സ് ടുവേഴ്സ് themselves or oneself or yourself, accepting their thoughts and feelings without labeling them as good or bad. എന്തിനെ കുറിച്ചുള്ള നമ്മുടെ ഐഡന്റിറ്റിയുടെ ഒരു ഭാഗമാണ്. ഇത് നല്ലതാണ് ചീത്തയാണെന്നുള്ളത് അത് നോർമൽ ആയിട്ടുള്ള ഇതാണ്, ഒരു ആറ്റിറ്റ്യൂഡാണ്. അതിന് മറിച്ച് നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് ഐ ലൈക്ക് ഇറ്റ് ഓർ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് അങ്ങനെയുള്ളതല്ല, അത് ജഡ്ജ്മെന്റൽ ആണ്. അതേസമയം ആസ് ഇറ്റ് ഈസ് വി അക്സെപ്റ്റ് എവറിത്തിങ് വിത്ത് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് നോൺ ജഡ്ജ്മെന്റൽ. ഐഡന്റിറ്റി ഇൻ ആക്ഷൻ. അടുത്തത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഈസ് ആൻ ഐഡന്റിറ്റി.
മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആൾ, അങ്ങനെ പല തരത്തിലുള്ളത് നമുക്ക് ഐഡന്റിറ്റി ഉണ്ട് ഇല്ലേ? നല്ല ആളാണ്, ചീത്തയാളാണ് എന്നുള്ളതിനെ കുറിച്ചുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെ അനുസരിച്ച്, നമ്മുടെ ജോലിയെ അനുസരിച്ച് ഉണ്ടാകും. ഇവിടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഈസ് ആൻ ഐഡന്റിറ്റി ദാറ്റ് യു മെഡിറ്റേറ്റ് എവറി ഡേ റെഗുലർലി. മെഡിറ്റേഷൻ പ്രാക്ടീസ് ഈസ് എ ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് മൈൻഡ്ഫുൾ ഐഡന്റിറ്റി. മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള ഐഡന്റിറ്റിയുടേതാണ് മൈൻഡ്ഫുൾ ആക്ടിവിറ്റീസ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ചുള്ള ആ ആക്ടിവിറ്റീസിൽ പൂർണ്ണമായ മനസ്സോടെ നമ്മൾ ജീവിക്കുന്നു. ഇന്റഗ്രേറ്റിംഗ് മൈൻഡ്ഫുൾനെസ് ഇൻ ടു ഡെയിലി ആക്ടിവിറ്റീസ്. ഓക്കെ, ഐഡന്റിഫൈ ഇൻ ആക്ഷൻ പറഞ്ഞാൽ അതായത് ബിഹേവിയർ ആൻഡ് ഇന്ററാക്ഷൻ, നമ്മളുടെ പെരുമാറ്റങ്ങളും നമ്മളുടെ ഇന്ററാക്ഷൻ വിത്ത് അതേഴ്സ്, മൈൻഡ്ഫുൾ ഇന്ററാക്ഷൻസ്. നമ്മളുടെ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ മറ്റുള്ളവരോട് ഇന്ററാക്ട് ചെയ്യുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പെരുമാറുമ്പോൾ നമ്മൾ കൂടുതൽ, അതായത് മൈൻഡ്ഫുൾ ലിസണിങ്, മൈൻഡ്ഫുൾ സ്പീക്കിംഗ്, അങ്ങനെയുള്ളതാകാം. അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റങ്ങൾ കുറെ കൂടി വിനീതമായിട്ട് അല്ലെങ്കിൽ മാന്യമായിട്ട് മര്യാദയ്ക്കുള്ള പെരുമാറ്റ രീതികൾ. ദെൻ പേഷ്യൻസ് ആൻഡ് കാംനെസ്, എസ്പെഷ്യലി പർട്ടിക്കുലർലി ഇൻ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു. നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്കൊരു ഐഡന്റിറ്റി ആണത്, നമ്മളുടെ ഐഡന്റിറ്റിയാണ്. നമ്മൾ ചിലപ്പോൾ പറയല്ലേ, അത്രയൊക്കെ പ്രകോപനം ഉണ്ടായിട്ടും അയാൾ പ്രതികരിച്ചില്ല എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് ആൻ ഐഡന്റിറ്റി. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ പ്രതികരിക്കുന്നതും ദാറ്റ്സ് ഓൾസോ ആൻ ഐഡന്റിറ്റി, ബട്ട് ദാറ്റ് ഇസ് നോട്ട് എ മൈൻഡ്ഫുൾ ഐഡന്റിറ്റി. പർട്ടിക്കുലർലി ഇൻ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു. ദെൻ കണ്ടിന്യൂസ് ഗ്രോത്ത് ഈസ് ആൻ ഐഡന്റിറ്റി, ലേണിംഗ് മോർ അബൌട്ട് മൈൻഡ്ഫുൾനെസ്. അതൊരു ഐഡന്റിറ്റിയുടെ ഒരു ഭാഗമാണ്. കൂടുതൽ വായിക്കുക, കേൾക്കുക, അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള ആളുകളുമായിട്ട് മൈൻഡ്ഫുൾനെസ് ആയിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറുന്ന ആളുകളുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് നമ്മൾ വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, ഇത്രയുമാണെന്ന് നമ്മളുടെ ഹൗ ടു ബി ട്രൂ ടു യുവർ സെൽഫ് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു തിയറി ക്ലാസ് അല്ല, അല്ലെങ്കിൽ തിയറി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല. പ്രായോഗിക ജീവിതത്തിൽ നമ്മളുടെ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്തെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ വെൽക്കം. യെസ്, അൺമ്യൂട്ട് ചെയ്യുക, മൈക്രോഫോൺ അൺമ്യൂട്ട് ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളൊന്നും ചോദിക്കുന്നില്ല, പറയുന്നില്ല. ഓക്കെ, ഞാൻ